നാവികസേനയ്ക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അഴിമതി ആരോപണം ഉന്നയിച്ച നാവികനെ മനോരോഗിയാക്കി ചിത്രീകരിച്ച സംഭവം സേനയുടെ യശസ്സിന് ചേർന്നതല്ലെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. സേനാംഗങ്ങളുടെ മനോവീര്യം തകർക്കുന്ന നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നാവികസേനയിലെ ഉന്നതർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കിഴക്കൻ നാവികാസ്ഥാനത്തെ നാവികൻ സുനിൽകുമാർ സാഹുവിനെ മനോരോഗിയാണെന്ന് മുദ്രകുത്തി ചികിത്സയ്ക്ക് കൊച്ചിയിൽ കൊണ്ടുവരികയായിരുന്നു. സുനിൽകുമാർ സാഹുവിന് മനോരോഗമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് നടന്ന വൈദ്യപരിശോധനയിൽ സാഹുവിന് രോഗമില്ലെന്ന് കണ്ടെത്തി. അദ്ദേഹത്തെ നാട്ടിലേക്ക് മടക്കി അയക്കുകയും 25 ദിവസത്തെ അവധിക്ക് ശേഷം സേനയിൽ തിരിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. നാവികസേനയുടെ മനോവീര്യം തകർക്കുന്നതാണ് ഇത്തരം നടപടികളെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സേനയുടെ യശസ്സിന് കളങ്കമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ ചെറുപ്പക്കാർ നാവികസേനയിലേക്ക് ആകർഷകരാകുന്ന സമയമാണിത്. അത്തരക്കാരെ പിന്തിരിപ്പിക്കുന്നതാണ് ഈ നടപടികളെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. സംഭവങ്ങളിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.